ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സിനിമ ലവേഴ്സായ ഓരോരുത്തരെയും സംതൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സംതൃപ്തിപ്പെടുത്താൻ പോകുന്ന ഒരു ചാനലായിരിക്കും ഇത്. മെയിനായിട്ട് വലിയ ഹൈപ്പിൽ വന്ന് പരാജയം ഏറ്റുവാങ്ങിയ സിനിമകളുടെ കഥകളിൽ എൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചുള്ള ചെറിയ തിരുത്തലുകളിലൂടെ കഥകൾക്ക് വലിയ മാറ്റം വരുത്താതെ ആ സിനിമേനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനാണ് ഞാൻ ഈ ചാനലിലൂടെ നോക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുന്നുള്ള ശുഭപ്രതീക്ഷയിൽ നമുക്ക് തുടങ്ങാം. സോ മൂവി ലവേഴ്സ്, വെൽക്കം ടു മാജിക് പ്രോ. സോ ഗൈസ്, ആദ്യമായി നമ്മൾ ഈ ചാനൽ റീബിൽഡ് ചെയ്യാൻ പോകുന്നത് റീസെൻ്റ് ആയിട്ട് വലിയ ഹൈപ്പിൽ പുറത്തിറങ്ങി ഒരു ആവറേജ് ഫ്ലിക്ക് മാത്രമായി മാറിയ ഒരുപാട് ആളുകൾ ട്രോളി കൊല വിളിച്ച ദളപതി വിജയ് അഭിനയിച്ച ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഥവാ ഗോഡ്. ഈ സിനിമ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സിനിമ കണ്ടതിന് ശേഷം മാത്രം വന്ന് വീഡിയോ കാണുക, കാരണം സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സിനിമ കണ്ടതിനപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് എന്തിനാണ് ഈ സംവിധായകൻ ഈ സിനിമയ്ക്ക് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പേരിട്ടതെന്നാണ്. കാരണം ഈ സിനിമയോ സിനിമയിലുള്ള ക്യാരക്ടേഴ്സോ ആരും ഗ്രേറ്റസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് സജഷനായിട്ട് ഞാൻ ഈ സിനിമയുടെ പേര് മാറ്റിയാണ്. ഇനി മുതൽ ഈ സിനിമ ഫോർ സ്ക്വാഡാണ്. 4 അണ്ടർ കവർ ഏജൻസിന്റെ കഥ പറയുന്ന ഫോർ സ്ക്വാഡ്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗോട്ടിന്റെ കഥയല്ല, ഞാൻ എൻഹാൻസ് ചെയ്ത ഫോർ സ്ക്വാഡിന്റെ കഥയാണ്. ആദ്യ സീനിൽ തന്നെ ചെറുപ്പക്കാരനായ ഗാന്ധി എന്ന വിജയ് തന്റെ മകന്റെ ബോഡി കത്തിക്കരിഞ്ഞു കിടക്കുന്നതും അത് കണ്ട് പൊട്ടിക്കരയുന്നതുമാണ്. എന്നാൽ അത് രാത്രി കാറിലിരുന്ന് മയങ്ങിയ വയസ്സനായ ഗാന്ധി കണ്ട ഒരു സ്വപ്നമായിരുന്നു. അയാൾ പെട്ടെന്ന് ആ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുന്നു. എന്നിട്ട് ഒരു കുപ്പിയിലെ വെള്ളം കൊണ്ട് തന്റെ മുഖം കഴുകി കാറെടുത്ത് തന്റെ ജോലിക്കായിട്ട് എയർപോർട്ടിലേക്ക് പോകുന്നു. അവിടെ ഇരുന്ന് പാസ്പോർട്ട് സീൽ ചെയ്യുന്ന ജോലിക്കിടയിൽ ഒരു വ്യാജ പാസ്പോർട്ട് ഗാന്ധി എയർപോർട്ട് അതോറിറ്റിക്ക് അയക്കുന്നു. പാസ്പോർട്ടായി വന്ന ആളെ ഓഫീസേഴ്സ് പിടിക്കുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന വ്യാജ പാസ്പോർട്ടായി വന്ന ആളുടെ കൂട്ടാളി ഗാന്ധിയുടെ ഒരു ഫോട്ടോ ഗാന്ധി കാണാതെ എടുക്കുന്നത്. വർക്കെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിലെ പാർക്കിങ്ങിൽ വണ്ടി എടുക്കാൻ പറ്റുന്ന ഗാന്ധിനെ കാത്ത് ഫേക്ക് പാസ്പോർട്ട് അടിച്ചു വന്നവന്റെ സംഘം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. വിജയ് ഒരു വയസ്സനാണെന്നും അയാൾക്കൊന്നും പറ്റില്ല എന്ന് വിചാരിച്ച അവരുടെ മുന്നിൽ ആയ കാലത്ത് വിജയ് ആരായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റ് അവിടെ വിജയ് കാഴ്ചവെക്കുന്നു. ഇതാണ് വിജയുടെ സെക്കൻഡ് ഇൻട്രോ. പിന്നീട് ഇവരെ പിടിക്കാനായിട്ട് CSFകാർ എത്തുമ്പോഴേക്കും വില്ലന്മാർ അവിടെ നിന്ന് ഓടിപ്പോകുന്നതും അവരിൽ കുറച്ചുപേരെ CSFകാർ പിടിക്കുന്നുണ്ട്. ആക്ഷനിടയിൽ വിജയുടെ കൈക്ക് ഒരു ചെറിയ വെട്ടും കിട്ടിയിട്ടുണ്ട്, എങ്കിലും അത് ആഴത്തിലുള്ള വെട്ടൊന്നുമല്ല. വിജയ് അവിടുന്ന് നേരെ കാറെടുത്ത് വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഗാന്ധിയുടെ ഭാര്യ ഗാന്ധിയോട് മിണ്ടാറില്ലെന്നും ഒരു വീട്ടിൽ 2 അപരിചിതരെ പോലെ കഴിവാണെന്നുള്ള സീൻസ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. വീട്ടിലെത്തിയ ഗാന്ധി പെട്ടെന്ന് തന്നെ തന്റെ കയ്യിലെ മുറിവെല്ലാം മരുന്ന് വെച്ച് കെട്ടുന്നുണ്ട്. അന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അന്നാണ് ഗാന്ധിയുടെ മകളുടെ 21ാമത്തെ ബർത്ത്ഡേ. അത് ആഘോഷിക്കാനായിട്ട് വിജയുടെ സുഹൃത്തുക്കളായ പ്രശാന്ത്, പ്രഭുദേവ, അജ്മൽ എന്നിവരെ എത്തി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഗാന്ധി തന്റെ ടീമിനെ കാണുന്നതെന്നും നമ്മൾ ഈ സീനിലൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്റെ കഥയിൽ ഗാന്ധിയുടെ മൂത്ത മകൻ ജീവൻ മരിച്ചിട്ടില്ല, വർഷങ്ങളായിട്ട് മിസ്സിംഗ് ആണ്. അമ്മ പറഞ്ഞു കൊടുത്ത കഥകളിലൂടെ മാത്രമാണ് ഈ ജീവൻ മിസ്സായ കാര്യങ്ങൾ ഗാന്ധിയുടെ മകൾക്ക് അറിയുള്ളൂ. അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് ഗാന്ധിയുടെ പണ്ടത്തെ സുഹൃത്തുക്കളായ സ്ക്വാഡ് ടീമിനോട് അന്നേ ദിവസം മകൾ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നു. ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരുപാട് നാൾ കഴിഞ്ഞാണ് ഗാന്ധിയെ ഞങ്ങൾ കാണുന്നതെന്ന് പ്രശാന്ത് ഗാന്ധിയുടെ മകളോട് പറയുന്നു. നിന്റെ പപ്പ ഒരു അണ്ടർ കവർ ഏജന്റ് ആയിരുന്നെന്നും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നതെന്നുമെല്ലാം സ്ക്വാഡ് അവളോട് പറയുന്നു. അപ്പോഴാണ് ഗാന്ധി ഒരു ഏജന്റ് ആയിരുന്നെന്ന് മകൾ മനസ്സിലാക്കുന്നത്. ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഗാന്ധി ഇതെല്ലാം നിർത്തിയെന്നും ജീവൻ നഷ്ടപ്പെട്ടത് മുതലാണ് ഗാന്ധിയും ഭാര്യയും തമ്മിലും ഉണ്ടായതായതെന്നും സ്ക്വാഡ് ടീം ഗാന്ധിയുടെ മകളോട് പറയുന്നു. ഇതെല്ലാം മറുവശത്തിരുന്ന് ഗാന്ധിയുടെ ഭാര്യ കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അവളുടെ കണ്ണുകൾ അടയ്ക്കുമ്പോൾ നമ്മളൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. 20 വർഷങ്ങൾക്ക് മുന്നേ ഗോട്ട് സിനിമയിലുള്ള പോലെ ബാങ്കോക്കിൽ പോകുന്ന സീൻ ഞാൻ ഇവിടെയാണ് ബേസ് ചെയ്തിരിക്കുന്നത്. ഗാന്ധിയും തന്റെ ഗർഭിണിയായ ഭാര്യയും കുട്ടിയായ ജീവനും ഒരു വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ബാങ്കോക്കിലേക്ക് പോകുന്നു. അവർ അവിടെ അടിച്ചു പൊളിക്കുന്നു. ഈ സമയത്താണ് എന്റെ സിനിമയായ ഫോർ സ്ക്വാഡിൽ ഒരേ ഒരു പാട്ട് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേസമയം സ്ക്വാഡിന് ബാങ്കോക്കിലേക്ക് ഒരു മിഷൻ വന്നു ചേരുന്നു. ഗാന്ധി ലീവിനായതിനാൽ ഗാന്ധിയെ ടീമിൽ ഉൾപ്പെടുത്തിയതുമില്ല. എന്നാൽ മിഷൻ തീർക്കാനായിട്ട് ഒരേ ഒരു രാത്രിയിലേക്ക് മാത്രം ഗാന്ധിയോട് ഈ മിഷനിൽ ഒന്ന് ജോയിൻ ചെയ്യാനായിട്ട് സ്ക്വാഡ് അപേക്ഷിക്കുന്നു. അപ്പോഴാണ് മനസ്സില്ലാ മനസ്സോടെ ഭാര്യ അറിയാതെ ഗാന്ധി ആ മിഷന് പോകുന്നത്. മിഷൻ സക്സസ് ആയെങ്കിലും ഫോർ സ്ക്വാഡിനെ വില്ലന്മാരെങ്ങനെയൊക്കെയോ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഗാന്ധി ഇതൊന്നും അറിയാതെ ഭാര്യയും മകനുമായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങുമ്പോൾ വില്ലന്മാർ ഗാന്ധി അറ്റാക്ക് ചെയ്യുന്നു. അവിടെ വെച്ച് അപ്പോഴാണ് ഗാന്ധിയുടെ ഭാര്യ ഗാന്ധി ഒരു സാധാരണ ആളായിരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഗാന്ധി മാത്രമല്ല, താൻ ചേട്ടന്മാരെ പോലെ കണ്ട സ്ക്വാഡ് ടീമും ഏജൻസ് ആണെന്ന് സ്നേഹ മനസ്സിലാക്കുന്നു. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഈ രഹസ്യങ്ങളൊന്നും സ്നേഹ തന്റെ മകളോട് പറഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് സ്ക്വാഡ് ഗാന്ധി ഏജന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിയുടെ മകൾ ഷോക്കായത്. ബാങ്കോക്കിൽ വെച്ച് വില്ലന്മാർക്കെതിരെ മികച്ച ഒരു ഫൈറ്റും കാർ ചേസും ഗാന്ധി ചെയ്യുന്നുണ്ട്. ഈ കാർ ചേസിനിടയിൽ ഗാന്ധിയും ഭാര്യയും സഞ്ചരിച്ച കാർ ആക്സിഡന്റ് ആവുകയും സ്ക്വാഡ് ടീം വന്ന് വില്ലന്മാരെ അടിച്ചോടിച്ച് ഗാന്ധിയെയും ഭാര്യയെയും മകൻ ജീവനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. സ്നേഹയും ഗാന്ധിയും ഒരു ആംബുലൻസിലും ജീവൻ അവർക്ക് പിന്നിലായി മറ്റൊരു ആംബുലൻസിലുമായിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. സ്ക്വാഡ് ടീം ഏറ്റവും മുന്നിലൂടെ തങ്ങളുടെ കാറിലായും ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് ജീവൻ സഞ്ചരിച്ചിരുന്ന ആംബുലൻസ് എത്തിയിട്ടില്ല. സ്ക്വാഡ് ടീം ജീവൻ അന്വേഷിച്ചിറങ്ങിയാലും ജീവനെ കണ്ടെത്താനായില്ല. പിന്നീട് ബോധം വന്ന ഗാന്ധിയും സ്നേഹയും ഇതെല്ലാം അറിയുന്നു. ഗാന്ധി കാരണമാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്നും എല്ലാത്തിനും കാരണം ഗാന്ധിയാണെന്നും സ്നേഹ പൊട്ടിത്തെറിച്ചു. അതിനുശേഷമാണ് സ്നേഹ മകളെ പ്രസവിക്കുന്നത്. തന്റെ മകൻ നഷ്ടപ്പെട്ടത് സ്ക്വാഡ് കാരണമാണെന്ന് പറഞ്ഞ് ഗാന്ധിയും സ്ക്വാഡിൽ നിന്ന് റിസൈൻ ചെയ്ത് അവരായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിച്ചു. അന്നു മുതൽ കാണാതായ ജീവനെ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും ഗാന്ധി അലഞ്ഞു നടന്നു.
അതിന്റെ വിഷമത്തിൽ ഗാന്ധി ഒരു പ്യുവർ ആൽക്കഹോളിക്കായി മാറി. പിന്നീട് ജയറാമാണ് ഗാന്ധിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതും എയർപോർട്ടിൽ പുതിയ ജോലി ശരിയാക്കി കൊടുത്തു. അപ്പോഴേക്കും ഗാന്ധിയുടെ ഭാര്യ ഗാന്ധിയുമായി അകന്നിരുന്നു. കറന്റ് സിനാരിയോയിലേക്ക് തിരിച്ചു വരുന്നു. ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞിറങ്ങാൻ നേരം പ്രഭുദേവ ഗാന്ധിയോട് റഷ്യയിലെ ഒരു MBBS കോളേജിനെ പറ്റി പറയുകയും ഗാന്ധി മകൾക്കായിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് റഷ്യയിലേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ വെച്ചാണ് തന്റെ അതേ രൂപസാദൃശ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ഗാന്ധി കാണുന്നതും പിന്നീട് അത് തന്റെ കാണാതായ മകൻ ജീവനാണെന്ന് തിരിച്ചറിയുന്നതും. പക്ഷേ ബാങ്കോക്കിൽ വെച്ച് കാണാതായ ജീവൻ റഷ്യയിൽ എങ്ങനെ എത്തിയെന്നുള്ള സംശയം ഗാന്ധിക്കുണ്ടായിരുന്നു. മകൻ ജീവൻ റഷ്യയിലെ ഒരു ക്രിമിനൽ സംഘത്തിൽ ഉൾപ്പെട്ട ആളാണെന്നും തന്റെ മകൻ ഒരു ക്രിമിനൽ ആണെന്നും ഗാന്ധി മനസ്സിലാക്കുന്നു. അവിടെ വെച്ച് ജീവന്റെ ക്രിമിനൽ സംഘവുമായി ഗോട്ട് സിനിമയിലെ പോലെയുള്ള സംഘടന ചെയ്താണ് ഗാന്ധി ജീവനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. തോക്കുകൾ നിഷ്പ്രയാസം ഉപയോഗിക്കുന്ന ജീവനെ വിജയ് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഇന്ത്യയിലെത്തി മകനെ തിരിച്ചു കിട്ടിയ വിവരം എല്ലാവരെയും ഗാന്ധി അറിയിക്കുന്നു. അതിനുശേഷം ഗാന്ധി ഭാര്യയുമായും സ്കോട്ട് ടീമുമായിട്ടുള്ള പിണക്കങ്ങളെല്ലാം തീർക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ജീവൻ എല്ലാവരുമായിട്ട് അടുത്തു. ഗോട്ട് സിനിമയിലുള്ള പോലെ പ്രശാന്തിന്റെ മകളുമായി ജീവൻ പ്രണയത്തിലാവുന്നില്ല, മറിച്ച് ഒരു ഫ്രണ്ട് എന്ന നിലയിലാണ് ഉള്ളത്. അങ്ങനെ ഇരിക്കെ ജീവൻ ഗാന്ധിയോട് തന്നെ നഷ്ടപ്പെട്ടതല്ലാതെ മറക്കാനാവാത്ത ഒരു സംഭവം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായിട്ട് ടെററിസ്റ്റായ മേനോനെ പിടിക്കാൻ പോയ കഥ ഗാന്ധി പറയുന്നു. നിർഭാഗ്യവശാൽ തനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധം കാരണം മേനോന്റെ മകനും ഭാര്യയും മരിച്ചുപോയെന്നും അതാണ് തന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമെന്നും ജീവനോട് ഗാന്ധി പറയുന്നു. മേനോനും ആ ട്രെയിനിൽ വെച്ച് മരിച്ചെന്നും ഗാന്ധി ജീവനോട് പറയുന്നുണ്ട്. ഇതൊരു ഫ്ലാഷ് ബാക്ക് സീനാണെങ്കിലും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഗോട്ട് സിനിമയിലുള്ളതുപോലെ ഈ സീൻ ഞാൻ കാണിക്കുന്നില്ല, മറിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് ഫോർസ് കോഡിൽ കാണിക്കുന്നത്. ഈ സീനിലാണ് മേനോനെ ആദ്യമായിട്ട് കാണിക്കുന്നത്. കഥ തുടരുമ്പോൾ റഷ്യയിലെ ഒരു ക്രിമിനലിനെ ചെന്നൈയിൽ വെച്ച് ജയറാം കാണുന്നു. ഇയാൾ എങ്ങനെ ചെന്നൈയിലെത്തി എന്നറിയാനായിട്ട് ജയറാം അയാളെ പറ്റി ഒരു റിസർച്ച് നടത്തുന്നു. അതിലൂടെ അയാളെ പറ്റിയും ജീവനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ ജയറാം അറിയുന്നു. ജീവൻ റഷ്യയിൽ നിന്നെത്തിയ അന്ന് തന്നെയാണ് അയാളും എത്തിയെന്ന് ജയറാം മനസ്സിലാക്കുന്നു. പിന്നീട് ജയറാം അവനെ കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്തിട്ട് പോകുന്ന വഴി ഹെൽമെറ്റ് വെച്ച ഒരാൾ ജയറാമിനെ ആക്രമിക്കുകയും റഷ്യക്കാരനെ കൊന്നുകളയുകയും ചെയ്യുന്നു. ജയറാമിനെ അയാൾ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ജയറാം അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും സഹായത്തിന് ഗാന്ധിക്ക് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. പിന്നീട് ഗോട്ട് മൂവിയിലെ പോലെ ഗാന്ധിയും ജയറാമും ഹെൽമെറ്റ് വെച്ച ആളുമായിട്ട് മെട്രോ സ്റ്റേഷനിൽ നടക്കുന്ന ഫൈറ്റാണ്. അവിടെ വെച്ച് ഹെൽമെറ്റ് വെച്ച ആൾ ഗാന്ധിയുടെ മുന്നിലിട്ട് ജയറാമിനെ കൊന്നുകൊണ്ട് കടന്നു കളയുന്നു. അതിനുശേഷമാണ് ഹെൽമെറ്റ് വെച്ച് വന്നവൻ ജീവനാണെന്ന് റിവീൽ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ഇന്റർവൽ ബ്ലോക്ക് ഇൻ മൈ മൂവി ആസ് ലൈക്ക് ദാറ്റ് ഇൻ ഗോഡ്. ആൻഡ് ഗൈസ്, ഇതാണ് ഗോട്ട് മൂവിയുടെ എന്റെ റീബിൽഡഡ് വേർഷന്റെ ഫസ്റ്റ് പാർട്ട്. പാർട്ട് 2മായി ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. പാർട്ട് 2വിന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ കമന്റ് ചെയ്യുക. ഇതെന്റെ ആദ്യ വീഡിയോ ആണ്. സോ തെറ്റുകളുണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.